നിങ്ങൾ ആദ്യമായി അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും അവരോട് സഹായം തേടാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായി കിതാബ് എഴുതിയ സൂഫി പണ്ഡിതന്റെ തലതിരിഞ്ഞ ആദർശങ്ങൾ ഇപ്പോഴും ചരിത്രങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടില്ലേ? അദ്ദേഹം അതിന് പേര് കൊടുത്തത് എന്താണ്? മിസ്ബാഹുൽ ളലാം അൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ലതി വൽ മനാം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആദ്യമായി ഇസ്തിആസക്ക് വേണ്ടി ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആരോട് ഇസ്തിആസ ചെയ്യാൻ? ഈ ലോകത്തിന്റെ നാഥനോടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ മഹാന്മാരോട്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് വിളിച്ചു തേടാൻ വേണ്ടി ലോകത്ത് രചിക്കപ്പെട്ട ഒന്നാമത്തെ ഗ്രന്ഥമാണ് മിസ്ബാഹുൽ ളലാം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുന്നിടത്തോളം നമ്മൾക്ക് മനസ്സിലാകുന്നത് നുഅ്മാൻ ഇബ്നുൽ മറാഖിശി എന്ന് പറയുന്ന സൂഫി പണ്ഡിതരാണ്. ആരാണ് സൂഫികൾ എന്ന് പറയുന്നത്? അതെ, പാട്ടുകളായി, ഗദ്യങ്ങളായി, പദ്യങ്ങളായി ഇസ്ലാമിനെ വികൃതമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കാൻ വേണ്ടി ഏത് കാലത്തും ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വന്നവരാണ് ജൂതന്മാർ. ആ ജൂതന്മാരുടെ സൃഷ്ടിയാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ ചാപ്പിള്ളയാണ് സൂഫികൾ എന്ന് പറയുന്നത്. ആ സൂഫികളിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന ഹിജ്റ 683 മരണപ്പെട്ട സൂഫി പണ്ഡിതൻ. അദ്ദേഹം എങ്ങനെയാണ് ഈ കിതാബ് എഴുതിയത് എന്നോ? അദ്ദേഹം ആ കിതാബിന്റെ മുഖദ്ദിമയിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്, അള്ളാഹുവിനോട് തേടി, ഈ ലോകത്തിന്റെ നാഥനോട് തേടി, അതിന് ഉത്തരം കിട്ടി, അതാണ് ഏറ്റവും നല്ലത് എന്ന് തെളിയിക്കാൻ സമൂഹത്തിൽ ഇന്ന് ധാരാളം കിതാബുകളുണ്ട് എന്നാണ് അദ്ദേഹം അതിന്റെ മുഖദ്ദിമയിൽ പറയാൻ. അദ്ദേഹത്തിന്റെ മിസ്ബാഹുൽ ളലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, സമൂഹത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി എന്നവർ തെളിയിക്കുന്ന ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ആശയം പഠിപ്പിക്കുന്ന കിതാബുകളുണ്ട്. എന്നാൽ പ്രവാചകനോട് ഇസ്തിആസ ചെയ്ത് ഉത്തരം കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥം ഇന്നേ വരെ ലോകത്ത് രചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രവാചകനോട് വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ശിർക്കിന്റെ ഗ്രന്ഥം രചിച്ച ആളാണ് നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ. പല ആളുകളും പറയാറില്ല ഈ സമൂഹത്തോട്, വിശിഷ്യ മുസ്ലിയാക്കന്മാരായ ആളുകൾ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാരോടും പാവപ്പെട്ട സഹോദരങ്ങളോടും പറയാറുള്ളത്, അതെ ഈ നാട്ടിൽ ആദ്യമായി ഇസ്തിആസയെ എതിർത്തിട്ടുള്ളത് ഇബ്നു തീമിയയാണ് എന്ന് പറയാറുണ്ട്. ഇബ്നു തീമിയയാണെന്ന് പറയാറുണ്ട്. അതെ, ആർജവത്തോടു കൂടി തന്നെ പറയുന്നു. നാളെ നിങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ ഭാഗം ക്ലിപ്പാക്കിയാലും പേടിയില്ല, ആദ്യമായി സമൂഹത്തിൽ ഇസ്തിആസ ശിർക്കാണ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ അബുൽ അബ്ബാസ് റഹിമഹുല്ലാ തന്നെയാണ്, ഒരു സംശയവുമില്ല. ബാക്കി കൂടി കേൾക്കണം. പക്ഷേ ആർക്കെതിരെയാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയത് എന്നോ? നുഅ്മാൻ ബിൻ മറാഖിശി എന്ന് പറയുന്ന ഹിജ്റ 683 മരണപ്പെട്ടു പോയ പ്രവാചകനോട് ഇസ്തിആസ തേടൽ അനുവദനീയമാണ്. കുട്ടിയെ തരണേ, രോഗം മാറ്റണേ, എന്റെ ഇന്ന പ്രതിസന്ധികളെ നീക്കം ചെയ്യണേ എന്ന റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രവാചകനോടും ചോദിക്കാമെന്ന് പറയുന്ന കിതാബ് ആദ്യമായി എഴുതിയത് നുഅ്മാൻ ബിൻ മറാഖിശിയാണ്. സൂഫി പണ്ഡിതനാണ്. 683 മരണപ്പെട്ട ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന് മറുപടി എഴുതിയത് ആദ്യമായി അത് അഹ്ലു സുന്നയുടെ പണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയയാണ്. ഇസ്തിആസ ശിർക്കാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മറുപടിയായിട്ട് എഴുതിയതാണ്. അത് വിശുദ്ധ പ്രമാണങ്ങൾ വെച്ച് എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രമാണങ്ങൾക്ക് നിങ്ങൾക്കെതിരുണ്ടെങ്കിൽ അതിനെയാണ് ഗണ്ണിക്കേണ്ടത്, വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത്.